എങ്ങനെ ഒരു നല്ലൊരു പബ്ലിക് സ്പീക്കർ ആവാൻ വേണ്ടി സാധിക്കും? പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനമാണ്. അതിനു വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ സ്റ്റേജ് ഫിയർ ഒഴിവാക്കുവാൻ വേണ്ടി സാധിക്കും, എങ്ങനെയാണ് ഒരു പ്രസംഗത്തിൻ്റെ ഘടന ഉണ്ടാക്കേണ്ടത്, നമ്മൾ പ്രസംഗിക്കുമ്പോൾ എങ്ങനെ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുവാൻ വേണ്ടി സാധിക്കും, നമ്മുടെ വോയിസ് മോഡുലേഷൻ എങ്ങനെ ഉണ്ടാവണം, ഒരു പ്രസംഗത്തിൻ്റെ ഘടന എങ്ങനെയാണ് ഉണ്ടായിരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പബ്ലിക് സ്പീക്കറായി മാറുവാൻ വേണ്ടി സാധിക്കും. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പബ്ലിക് സ്പീക്കർ ആവേണ്ട ആവശ്യമെന്ത്, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ്, അതിനെക്കുറിച്ചുള്ള ഒരു ജിജ്ഞാസ നമുക്കുണ്ടാവണം. ഏതൊരു കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിലെ ലീഡർഷിപ്പുള്ള ആളുകൾക്ക് അവർക്ക് പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് പൊതുവേ ഉണ്ടായിരിക്കും. നമുക്ക് പറയാനുള്ള കാര്യം അതൊരു ചെറിയ വേദിയിലായാലും ശരി, വലിയ വേദിയിലായാലും ശരി, നമുക്ക് സംസാരിക്കുവാൻ വേണ്ടി അതിനുള്ള ആത്മവിശ്വാസം കിട്ടുക എന്ന് പറയുന്നത് നമ്മൾക്ക് ഓരോ വിഷയത്തെക്കുറിച്ചുള്ള വിജ്ഞാനമാണ് നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം തരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലായിട്ടും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കമ്പനി മീറ്റിങ്ങിലാവട്ടെ, നമ്മുടെ ആശയങ്ങൾ എണീറ്റ് നിന്നിട്ട് അവരുമായിട്ട് സംവദിക്കുക എന്നുള്ളതാണ് ഒരു പബ്ലിക് സ്പീക്കർ ആവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് വേദി കിട്ടുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഓരോ പ്രസംഗത്തിനും നിശ്ചിത സമയമുണ്ടാവും. ആ സമയത്തിൽ തന്നെ നമ്മൾ കഴിയുന്നതും അവസാനിപ്പിക്കുവാൻ വേണ്ടി നോക്കുക. മറ്റുള്ളവരുടെ സമയങ്ങൾ നമ്മളെടുത്തിട്ട് ആ സമയം നമ്മൾ ഉപയോഗിക്കരുത്. നമ്മൾക്ക് അനുവദിച്ചിട്ടുള്ള സമയത്തിൽ തന്നെ കാര്യങ്ങൾ നിർവഹിക്കുക.